തിരുവില്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക്. കുട്ടികളുടെ മാനസികോല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവില്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം. ആനമല ഹോം സ്റ്റേ, കാട്ടുകുളം, തിരുവില്ലാമല. തിരുവില്ലാമല പാമ്പാടി സോമേശ്വരം ക്ഷേത്രത്തിൽ ലക്ഷദീപ സമർപ്പണം ഭക്തി പുരസരം നടന്നു. തിരുവില്ലാമല പാമ്പാടി സോമേശ്വര ക്ഷേത്രത്തിൽ ലക്ഷദീപ സമർപ്പണം ഭക്തി നിറവിൽ വർണ്ണാഭമായി. നൂറുകണക്കിന് ഭക്തജനങ്ങൾ സമർപ്പണ ചടങ്ങിൽ പങ്കുകൊണ്ടു. ക്ഷേത്രോപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ലക്ഷദീപ സമർപ്പണത്തിൽ നിന്നും നിലവിളക്കിൽ ദീപം തെളിയിച്ച് ബാലിക ക്ഷേത്രത്തിലേക്ക് എത്തി മുഖ്യ കാർമ്മികന് ദീപം കൈമാറിയതും മുഖ്യ ചടങ്ങായിരുന്നു. സമർപ്പണ ചടങ്ങിന് ശേഷം ലഘുഭക്ഷണ വിതരണവും നടത്തി. ഉപദേശക സമിതി അംഗം എം പ്രഭാകരൻ ക്ഷേത്രത്തിൽ നടത്തിയ ലക്ഷദീപം സമർപ്പണ ചടങ്ങുകളെ കുറിച്ച് സംസാരിക്കുന്നു. ശബരിമല സന്നിധാനത്ത് ഇന്ന് മകരജ്യോതി തെളിയുമ്പോൾ പിതൃസ്ഥാനം അലങ്കരിക്കുന്ന മഹാദേവന്റെ തിരുമുമ്പിൽ ഇതം പ്രഥമമായാണ് ഒരു ലക്ഷദീപ സമർപ്പണം നടക്കുന്നത്. ഈ ദീപസമർപ്പണം ഈ ക്ഷേത്രത്തിലോ ഈ പരിസരത്തോ ഇത്തരത്തിലൊന്നും നടന്നു കാണാത്തതിൽ നടത്തിപ്പിൽ എന്തെങ്കിലും സാങ്കേതിക ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടാകാം. എങ്കിലും കമ്മിറ്റി ഉദ്ദേശിച്ചതിലധികം ഭക്തജന സാന്നിധ്യത്തോടെ ഇത് ഞങ്ങൾക്ക് പൂർത്തിയായിരിക്കാൻ കഴിഞ്ഞു. ആയതിൽ ഭക്തജനങ്ങളോടുള്ള കമ്മിറ്റിയുടെ അതീവ കൃതജ്ഞത ഇതിനാൽ രേഖപ്പെടുത്തുകയാണ്. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് പുനരുദ്ധാരണം കഴിഞ്ഞ് വർഷങ്ങളായി. കലശം 12 കഴിഞ്ഞ് 2011 ഇതിൻ്റെ നവീകരണ കലശം കഴിഞ്ഞ് 2025 പുനഃകലശം നടത്താമെന്ന് ഉദ്ദേശിച്ചതായിരുന്നു. അതിനു മുമ്പായിട്ടുള്ള ഒരു ഫണ്ട് സ്വരൂപണം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ദീപസമർപ്പണം ഇവിടെ സംഘടിക്കാൻ കാരണമായത്. സമീപ ക്ഷേത്രങ്ങളിലെല്ലാം ഇത്തരത്തിൽ മകരസംക്രമ സന്ധ്യയാകയാൽ എല്ലാ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്തും ഇന്ന് ജ്യോതികൾ സമർപ്പിക്കുന്നുണ്ട്. അതും സന്തോഷകരമായ കാര്യം തന്നെ. ഈ ക്ഷേത്രത്തിലും ഇങ്ങനെയൊന്നും നടത്തുവാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് അതീവമായ സന്തോഷമുണ്ട്. അതിനുവേണ്ടി സഹകരിച്ച ഈ നാട്ടിലെ ഭക്തജനങ്ങളെ, പുറമേ നിന്നുള്ള എല്ലാവരിലും സഹായ സഹകരണങ്ങളും ഇത് ഭംഗിയായി കൊണ്ടാടുവാൻ സാധിച്ചു എന്നതിലെ കൃതാർത്ഥ ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുകയാണ്. സമിതി സെക്രട്ടറി സുരേഷ്, പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ, ട്രഷറർ വിജയകുമാർ കൂടാതെ സമിതി അംഗങ്ങളായ സുധീഷ്, സന്തോഷ്, ശ്രീകുമാർ, രാമദാസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സോമേശ്വര ക്ഷേത്രത്തിൽ ആദ്യമായാണ് ലക്ഷദീപ സമർപ്പണം നടത്തിയത്. CCV ന്യൂസ്, തിരുവില്ലാമല.